വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവട കേസിൽ ലേക്ഷോർ ആശുപത്രിയിലെ കൂടുതൽ ഡോക്ടർമാരെ ചോദ്യം ചെയ്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപൂനന്ദിലെ ജിമാർട്ടിനൊപ്പം. ജോൺ അലക്സാണ്ടർ, ശ്രീജ പിള്ള എന്നീ ഡോക്ടർമാരെയാണ് കൊച്ചിയിലെ ED ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. ലെക്ഷർ MD SK അബ്ദുള്ള അടക്കം നേരത്തെ ED ചോദ്യം ചെയ്തിരുന്നു. റെയ്ഡുകൾക്ക് പിന്നാലെയായിരുന്നു ED നടപടി. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ലെക്ഷർ ആശുപത്രി അധികൃതരുടെ മൊഴികളിൽ വ്യക്തതയില്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. ആശുപത്രി MDയും ഡോക്ടർമാരെയും വീണ്ടും ചോദ്യം ചെയ്യുമെന്നും ED നേരത്തെ അറിയിച്ചിരുന്നു. മെഡിക്കൽ ടൂറിസത്തിന്റെ മറവിൽ വിദേശ രോഗികളെ ക്യാമ്പയിൻ ചെയ്ത് ലെക്ഷർ ആശുപത്രിയിൽ അവയവ ഇടപാട് ഇരകളെ എത്തിക്കാൻ വൻ ടീം. ഗൾഫിലും മലേഷ്യയിലുമുള്ള രോഗികളെയാണ് സുഖചികിത്സയ്ക്ക് എന്ന വ്യാജേന VPS ശൃംഖലയിലെ ആശുപത്രികളിൽ എത്തിച്ച് അവയവമാറ്റം നടത്തിവിടുന്നത് എന്ന ആരോപണം. കാസർഗോഡ് സ്വദേശിയായ മുഹമ്മദ് നജീബിന്റെ നേതൃത്വത്തിലുള്ള അവയവ കച്ചവട റാക്കറ്റിന് സംസ്ഥാനത്തെ ചില സ്വകാര്യ ആശുപത്രികളുമായി ബന്ധമുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയതിന് പിന്നാലെയാണ് ED ECIR രജിസ്റ്റർ ചെയ്ത റാക്കറ്റിന്റെ കള്ളപ്പണ ഇടപാടുകൾ സംബന്ധിച്ച പരിശോധനകളിലേക്ക് കടന്നത്. ആശുപത്രികളിൽ നിയമവിരുദ്ധ അവയവമാറ്റ ശസ്ത്രക്രിയകൾ നടന്നിട്ടുണ്ടെന്നും അവയവദാതാവിനെയും സ്വീകർത്താവിനെയും ആശുപത്രിയിൽ എത്തിച്ച് ഓരോ തവണ പരിശോധന നടത്തുമ്പോഴും റാക്കറ്റിന് ആശുപത്രികളിൽ നിന്ന് കമ്മീഷൻ ലഭിച്ചിട്ടുണ്ട് എന്നുമാണ് EDയുടെ കണ്ടെത്തൽ. റാക്കറ്റുമായി ആശുപത്രികൾ നടത്തിയ സാമ്പത്തിക ഇടപാടിന്റെ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. കൊച്ചിയിലെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി മാനേജ്മെന്റും ED അന്വേഷണ പരിധിയിൽ വന്നിട്ടുണ്ട്. മാനേജ്മെന്റ് അംഗങ്ങൾക്കും ഡോക്ടർമാർക്കും സമൻസ് നൽകി. അവയവ കച്ചവട റാക്കറ്റുമായുള്ള ഇടപാടുകളിലാണ് പരിശോധന നടക്കുന്നത്. ആശുപത്രിയുടെ MD SK അബ്ദുള്ളയും ED കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. നിയമവിരുദ്ധ ശസ്ത്രക്രിയയ്ക്ക് ഡോക്ടർമാർക്ക് കമ്മീഷൻ ലഭിച്ചിട്ടുണ്ടോ എന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ഡോക്ടർമാരുടെ ബാങ്ക് അക്കൗണ്ടുകളും സ്വത്തുക്കളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നീളുന്നത്. മുഹമ്മദ് ഇക്ബാലിനോട് കഴിഞ്ഞ 5 വർഷത്തെ സ്വത്ത് വിവരങ്ങളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഹാജരാക്കാൻ ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവ പരിശോധിച്ച് ഇക്ബാലിനെ വീണ്ടും ചോദ്യം ചെയ്യും എന്നാണ് വിവരം. ആശുപത്രികളിൽ നടക്കുന്നത് ഒരു സംഘടിത കുറ്റകൃത്യം എന്ന നിലയിലാണ് ED കേസെടുത്തിരിക്കുന്നത്. അവയവ കച്ചവട റാക്കറ്റിന് സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് കമ്മീഷൻ ലഭിച്ചിരുന്നു എന്നാണ് EDയുടെ കണ്ടെത്തൽ. ഇതിന്റെ പശ്ചാത്തലത്തിൽ ലെക്ഷർ അടക്കമുള്ള കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രികളിൽ ED വ്യാപക റെയ്ഡ് നടത്തിയിരുന്നു. ഇവിടെ നിന്നും പിടിച്ചെടുത്ത രേഖകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ED തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. അവയവ കച്ചവട റാക്കറ്റിലെ മുഖ്യ കണ്ണി നജീബിന്റെ നേതൃത്വത്തിലുള്ള സംഘവുമായി സ്വകാര്യ ആശുപത്രികൾക്ക് ബന്ധമുണ്ട് എന്നാണ് കണ്ടെത്തൽ. ഓരോ തവണ ദാതാവിനെയും സ്വീകർത്താവിനെയും ആശുപത്രിയിൽ എത്തിച്ച് പരിശോധന നടത്തിയതിന് വലിയ കമ്മീഷൻ വാങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ 3 വർഷമായി നജീബിന്റെ നേതൃത്വത്തിലുള്ള സംഘം വ്യാജരേഖകൾ ഉണ്ടാക്കി അവയവ കച്ചവടം നടത്തിവരികയാണെന്നാണ് കണ്ടെത്തൽ. സാധാരണക്കാരെയും പാവപ്പെട്ടവരെയുമാണ് ഇവർ ചതിയിൽപ്പെടുത്തിയത്. ദാതാക്കൾക്ക് കുറഞ്ഞ തുക നൽകി വൻ തുകയ്ക്കാണ് മറച്ചു വിൽക്കുന്നത്. സംസ്ഥാനത്തിന് പുറത്തും ഈ റാക്കറ്റിന് ബന്ധമുണ്ട് എന്നതിന്റെ സൂചനകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് അറിവ്. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.